ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും നിങ്ങളുടെയും എനർജീസ് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുള്ളത്, അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അടുത്തതായി ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് കളയണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയല്ല. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺഗോയിങ് ആയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എഫേർട്ട് എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികളുടെയും പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോവുക. പക്ഷേ ഈ ഒരു പേഴ്സൺ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാനോ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം. അതേസമയം നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് കഴിഞ്ഞു, ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം അത്രത്തോളം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സഫർ ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു വൂണ്ടഡ് വാരിയറുടെ എനർജിയാണ്. പൊരുതി പൊരുതി മടുത്ത് കഴിഞ്ഞു, എങ്കിലും വിടാൻ ഭാവമില്ല. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും ഉൾപ്പെടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില റിലേഷൻഷിപ്സ് വേറെ വ്യക്തികളായിട്ടുള്ള നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അങ്ങനെയുള്ള ആളുകളായിട്ട് പോലും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും കാര്യമില്ല. കാരണം നിങ്ങളുടെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ ആ ഒരു ഫുൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഇല്ല. സോ ഇനിയും നിങ്ങൾ കഷ്ടപ്പെടാനുള്ള ഒരു എനർജിയിൽ തന്നെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ റെഡിയാണ്. അതായത് നമ്മൾ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എനർജിയിൽ നിങ്ങളിപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ ഒരു പേഴ്സണെ ഉപേക്ഷിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് മറ്റേതെങ്കിലും ബന്ധത്തിൽ പോകാനോ വേറെ വ്യക്തികളെ ആ ഒരു സ്ഥാനത്ത് കാണാനോ ഒന്നും നിങ്ങൾക്ക് കഴിയില്ല. എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കിത് മതി എന്നുള്ള ഒരു ഒറ്റക്കാലിൽ നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു പ്ലേറ്റോണിക് ലവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ ഒരു രീതിയിലാണ് നിങ്ങളിതിനെ കണ്ടിട്ടുള്ളത്. കാരണം ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഉള്ളത്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ളതും ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന ശേഷമായിരിക്കും. ഇപ്പോൾ നേരത്തെയും ദൈവവിശ്വാസമൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന ശേഷമായിരിക്കാം നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ എല്ലാം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. കാരണം നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടുള്ളൊരു സെപ്പറേഷൻ ആയിരിക്കണം എന്നില്ല. ഇതിന് മുൻപും നിങ്ങൾ തമ്മിൽ ഇതുപോലെ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവാം, വീണ്ടും റീകൺസിലേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ റീസെൻ്റായിട്ട് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളൊരു റീയൂണിയൻ നടന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ നിങ്ങൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടാതെ വീണ്ടും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകലം കൂടുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലേഷനൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തരത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിക്കാണില്ല. കാരണം ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിട്ടുപോകുന്നില്ല. എന്നാൽ ഇത് കംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റും അല്ല. രണ്ടു പേർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നുമില്ല. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ.
അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വേണ്ട രീതിയിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഫോക്കസ് തരാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി തരാൻ സാധിക്കാത്തത് തീർച്ചയായിട്ടും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം അപ്പുറത്ത് നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ട് പോലും ആ ഒരു പ്രോപ്പറായിട്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് വരാൻ സാധിക്കാതിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതാണ്. നമുക്കിവിടെ ആ ഒരു മെയിൻ ഗൈഡൻസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു 3 കാർഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു ഓവറോൾ എനർജിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കത് കാണിച്ചു തരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ആ ഒരു കാർഡ്സ് എന്ന് പറയുന്നത്. അതായത് അതിനകത്ത് ആ ഒരു സ്ട്രാറ്റജി എന്നുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആങ്സൈറ്റി വന്നിട്ടുണ്ട്, തിങ്കിങ് മാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 3 കാർഡ്സിനും ഏകദേശം ഒരു ആലോചന അവിടെ നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ആ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന കാർഡ് എന്ന് പറയുന്ന ഒരു പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആലോചനയും കാര്യങ്ങളും മുൻപോട്ട് പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു ചിന്തയും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണന ഈ ഒരു പേഴ്സൺ തരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് പോകുന്നില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണുന്നത് ആ ഒരു ആങ്സൈറ്റിയാണ്. വളരെയധികം ഈ ഒരു പേഴ്സൺ ആ ഒരു ആങ്സൈറ്റി ഉണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തായിരിക്കാം ആൾക്കൊരു ഭയവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ, ആലോചന എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം. ആ ഒരു തരത്തിൽ ഒട്ടും സമാധാനം ഈ ഒരു പേഴ്സണ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് താഴെയുള്ള കാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആകെ ഒരു നമ്മൾ എരിപൊരിയായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പോലെ മൊത്തത്തിലൊരു ഹോട്ടാണ് ഈ ഒരു പേഴ്സൺ. അവർക്കൊരു സമാധാനവും സ്വസ്ഥതയും കിട്ടുന്നില്ല. അതാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ എനർജിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് മനസ്സിനൊരു സമാധാനവും സ്വസ്ഥതയും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് വളരെ കാര്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും പ്രോപ്പർ ഡിസിഷൻ എടുക്കാനും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമായിരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അല്ലാതെ നമ്മൾ വളരെ പരിഭ്രാന്തമായിട്ടിരിക്കുന്ന ഒരു അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പലതിനും പാളിച്ചകൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലിപ്പോൾ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ റീകൺസിൽ ആയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ഇത് ആദ്യമായിട്ടുള്ളതായിരിക്കില്ല, ഇതിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റഡി ആയിട്ട് പോവാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ മാനസികാവസ്ഥയാണ്. ഇനി അതിനകത്തുള്ള ആ ഒരു ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ആ ഒരു തിങ്കിങ് മാൻ എന്നുള്ളൊരു എനർജിയാണ്. ആ ഒരു വ്യക്തി അവരുടെ കയ്യിലൊരു ക്രിസ്റ്റൽ വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് തന്നെ ഈ ഒരു പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓണല്ല, അത് ഓഫായി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല, നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് ഓർത്ത് ഇവർ ആശങ്കപ്പെടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു മാൻ എന്നുള്ള എനർജി വന്നുകൊണ്ട് അത് മെയിലാണ് എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എടുക്കരുത്. കാരണം ആ ഒരു മെസ്ക്യുലൻ എനർജി കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് അതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിപ്പോൾ ഫീമെയിൽസിനകത്ത് നമുക്ക് ആ ഒരു മെസ്ക്യുലൻ എനർജി കാണാം, അതുപോലെ തന്നെ നേരെ തിരിച്ച് ജെൻസിനകത്ത് നമുക്ക് ആ ഒരു ഫെമിനിൻ എനർജി ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അത് ജെൻഡർ വൈസ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആകെ ആങ്സൈറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും വളരെ കാര്യമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ആ ഒരു കാർഡ് നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു വാക്കുകൾ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റോ ക്ലാരിറ്റിയോ ഒക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. കാരണം ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവർ പറയുന്ന വാക്കുകളോ കാര്യങ്ങളോ ഒന്നും പാലിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഒട്ടും സ്റ്റേബിൾ അല്ല ഈ ഒരു പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ തമ്മിൽ ഇതിന് മുൻപ് ഒരു സെപ്പറേഷനും റീകൺസിലേഷനൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ ആശ്വസിച്ചിട്ടുണ്ടാവാം, ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വീണ്ടും റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് പോകാത്തൊരവസ്ഥ. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും ഈ ഒരു പേഴ്സൺ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ മനസ്സ് വെക്കാതെ ഇരിക്കുന്നുമില്ല, അവരതിന് വേണ്ടിയിട്ട് മനസ്സ് വെക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു തീരുമാനമെടുത്ത് അതിൽ നിന്ന് ഫ്ലക്ച്വേറ്റ് ആവാതെ സ്റ്റേബിളായിട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരിക, നിങ്ങൾ തമ്മിൽ ക്ലാരിറ്റി ഇല്ലാതെയാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് അവരായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ പല കാര്യങ്ങളും പറഞ്ഞ് ഇൻജക്റ്റ് ചെയ്യുന്നതായിരിക്കാം.
ആകെ മൊത്തം അങ്ങനെയുള്ള ആ ഒരു തരത്തിലുള്ള എനർജിയാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു വെർബലി ഉള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിനകത്ത് ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലെയുള്ള കാര്യങ്ങളും അവർ കൂട്ടുപിടിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ അങ്ങനെയുള്ളൊരു രീതിയിൽ നമ്മൾ ആ ഒരു മൗഢ്യം ബാധിച്ചിരിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരവസ്ഥയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഉള്ളത്. അതായത് പല കാര്യങ്ങളെക്കുറിച്ചും ഒരു റിയലൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആകെ മൊത്തം ഒരു വെപ്രാളം പിടിച്ചൊരവസ്ഥ, പ്രോപ്പറായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഇനി ഒരു തീരുമാനം എടുത്ത് അവർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലും അവിടെ സ്റ്റേബിളായിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ ഒരു പേഴ്സൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആദ്യകാലം മുതലേ അല്ലാന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ പോകുന്ന വ്യക്തികൾക്കായിരിക്കും ഈ ഒരു സ്പ്രെഡ് കൂടുതൽ റെസനേറ്റ് ചെയ്യുക. കാരണം ഇവിടെ അതുപോലെയുള്ളൊരു എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോയ ഒരു എനർജിയോ കാര്യങ്ങളോ അല്ല. അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്നും ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുള്ള ഒരു പേഴ്സണുമാണ്. പക്ഷെ അതൊന്നും ഫലം കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അവർ തന്നെ വിചാരിക്കുന്ന കാര്യത്തിൽ അവർക്ക് കുറച്ച് നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു റീകൺസിലേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു റീകൺസിലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും അതുപോലെ തന്നെ ആ ഒരു 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് പെട്ടിയും കിടക്കെടുത്ത് പോവുകയാണ്. അതായത് നിൽക്കുന്നില്ല, അത് ലോങ് ലാസ്റ്റ് ചെയ്ത് പോകുന്നില്ല, വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ തുടരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോവാണ്. വീണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഓൺ ആവുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പ്രശ്നങ്ങൾ, ക്ലാരിറ്റി ഇല്ലായ്മ, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇതെല്ലാം കടന്നു വരുന്ന റിപ്പീറ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും നിങ്ങളെയും ഡൗട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. അതായത് നിങ്ങളെയും ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സംശയമാണെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് നിങ്ങളുടെ പേരിൽ ബ്ലെയിം ചെയ്യാനൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടാവാം. കാരണം പലപ്പോഴും ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളുടെ ഭാഗത്തുള്ള ശരിയും തെറ്റുപോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയുണ്ടെന്നുള്ളതാണ്. എന്നാൽ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളെന്നുള്ള വ്യക്തി എന്താണെന്നുള്ളതൊക്കെ ഇവർക്ക് അറിയാം. പക്ഷേ ചില സമയങ്ങളിൽ അവർക്കതൊന്നും പ്രോപ്പറായിട്ട് നിങ്ങളെ കൺവിൻസ് ചെയ്ത് മനസ്സിലാക്കിക്കാനോ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങൾ തമ്മിലുള്ള ക്ലാഷസ് ഉണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് പറഞ്ഞ് ജയിക്കാൻ വേണ്ടിയിട്ടോ എല്ലാം നിങ്ങളെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ താഴ്ത്തി പറയുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരും എന്നുള്ളതാണ്. കാരണം ഒരുപാട് നാൾ നിങ്ങളെ അകന്ന് നിൽക്കാനായിട്ട് ഈ ഒരു പേഴ്സണെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ വന്നിരിക്കുന്നത് ആരാണെന്നുണ്ടെങ്കിലും മറ്റൊരു റിലേഷൻഷിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ തീർച്ചയായിട്ടും അവരും വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കാത്ത വ്യക്തികളാണെന്നുള്ളത് നമുക്കിവിടെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു പ്ലേസിൽ നിൽക്കുന്ന ആര് തന്നെയാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള പോലത്തെയുള്ള ഒരു സ്ഥാനം ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു അവരുടെ ഒരു പാതി എന്ന് പറയുന്നത് അവർ നിങ്ങളെ തന്നെയാണ് ആ ഒരു പ്ലേസിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണായിട്ട് അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓണായി പോകുന്നത്, അല്ലെങ്കിൽ ക്ലാഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും വീണ്ടും നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കുറ്റമോ അല്ലെങ്കിൽ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള വ്യക്തിയല്ല എന്നുള്ളത് ഈ ഒരു പേഴ്സണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരതൊന്നും അത്രയും കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവണം എന്നില്ല. അല്ലെങ്കിൽ അതെല്ലാം അറിയാമെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ പലപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ചെന്ന് പെടുന്നുണ്ടാവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയും കൂടി അതിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് പൂർണ്ണമായിട്ടും അത് വിട്ട് പോരാനായിട്ട് സാധിക്കാത്തത്. അല്ലെങ്കിൽ അവരെന്നുള്ള വ്യക്തിയുടെ രീതിയിൽ സ്വന്തമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് അവർ കുറച്ച് നിൽക്കാൻ പറ്റാത്തതും അങ്ങനെയുള്ള ആ ഒരു ചാഞ്ചാട്ടം വരുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സണെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയില്ല. കാരണം നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ റീഡിങ്ങിൻ്റെ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയാനോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാനോ കഴിയാത്തൊരു വ്യക്തിയാണ്. പേഴ്സണലി അവർക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ സാഹചര്യവശാലോ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടൊക്കെയോ ആ ഒരു തരത്തിൽ പെട്ട് കിടക്കുകയാണ്. അല്ലാതെ പൂർണ്ണമായിട്ടും നിങ്ങളെ വേണ്ടാന്ന് വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ഓരോന്ന് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എന്തെല്ലാമോ കാര്യങ്ങളൊക്കെ കൊണ്ട് ആ ഒരു പേഴ്സൺ ഇത്തരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് പൂർണ്ണമായിട്ടും നമുക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ സ്ട്രോങ് ഡിസിഷനാണ് അവരെടുക്കാത്തത്. ഇവിടെ നമ്മൾ കാണുന്ന ആ ഒരു 5 ഓഫ് കപ്സിൻ്റെ എനർജി പോലെ തന്നെയാണ്. അവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ധൈര്യമായിട്ട് ഈ ഒരു പേഴ്സൺ
പല കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങളോ അല്ലെങ്കിൽ മൗഢ്യം പിടിച്ച് അവർ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു, അല്ലെങ്കിൽ എന്തിനെയൊക്കെയോ കുറിച്ച് ആദ്യ പിടിക്കുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഒരു ഡിസിഷനും എടുക്കാതെ ഒരുപാട് വിഷമ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ വിഷമവും കാര്യങ്ങളും അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണെന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ ഒരു പേഴ്സൺ വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങളുടെ പേഴ്സണേക്കാൾ എന്തുകൊണ്ടും ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളായിരിക്കും. അതായത് ഉയർന്നു നിൽക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് നിങ്ങളുടെ സൗന്ദര്യം കൊണ്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോ കരിയറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതായത് പൊതുവേ മറ്റുള്ള വ്യക്തികളെ കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ കുറച്ചും കൂടി കണ്ണിങ് ആയിട്ട് ചിന്തിക്കാനും ആ ഒരു ബുദ്ധിപൂർവ്വം പെരുമാറാനും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളൊരു നോളേജ് എല്ലാം ചിലപ്പോൾ കുറച്ച് കുറവുള്ളൊരു പേഴ്സൺ ആയിരിക്കും. ഒരു പക്ഷേ അവർ സൊസൈറ്റിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഉയർന്ന പൊസിഷനിലുള്ള വ്യക്തി ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 4 പേര് അറിയാമെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ച് ആ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോൾ സമൂഹം എന്നെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പലരുടെയും അഭിപ്രായങ്ങൾ തേടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളാണ് കുറച്ചും കൂടി വളരെ സ്ട്രോങ് ആയിട്ടും യഥാർത്ഥ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്ന വ്യക്തി എന്നൊക്കെ പറയുന്നത് നിങ്ങളായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജീസ് നിങ്ങളിൽ ആരുമായിട്ടാണ് റെസനേറ്റ് ചെയ്യുന്നതെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുള്ളൊരു പേഴ്സണാണ്. റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല തരത്തിലുള്ള ഒരു ചിന്തകളും അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റിയൊക്കെ ഒരു പേഴ്സൺ ഉണ്ടായിട്ടും പലപ്പോഴും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതും വന്നിട്ടുള്ളതും നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഇതിനു മുൻപ് ഉണ്ടായിട്ട് ആ ഒരു റീകൺസിലേഷനൊക്കെ ഉണ്ടായിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ്. പൂർണ്ണമായിട്ടും ഒരിക്കലും ഇവർക്ക് നിങ്ങളെ വിട്ടുകളയാൻ സാധിക്കില്ല. പല തരത്തിലും ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് നോക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടും തേർഡ് പാർട്ടിയോടും ഒരേപോലെ തന്നെ ആ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത് പറയാം. അതായത് നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സണുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്നേഹമാണ്. അതാണ് നിങ്ങളെ തമ്മിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. അതേസമയം ഈ ഒരു പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഉള്ള കണക്ഷൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇവർക്ക് പൂർണ്ണമായിട്ടും ഊരി പോരാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ഒരു നെഗറ്റീവ് എനർജിയുടെയും കൂടിയുള്ള ഒരു സപ്പോർട്ടും കൂടി കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ രണ്ടിലും ഇവർ കണക്റ്റഡ് ആണ്, 2 തരത്തിലാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ തമ്മിൽ ആ ഒരു റീകൺസിലിയേഷൻ സംഭവിക്കും. പക്ഷേ അതിനുശേഷം ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി കണ്ടിന്യൂസ്ലി ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് സംശയമാണെന്നുള്ളത് മാത്രമാണ്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്ന ആ ഒരു റീഡിങ്ങിൻ്റെ ഒരവസ്ഥ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജിയോ കാര്യങ്ങളോ പോയിട്ടില്ല. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് വന്നു പോകുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അതിനകത്ത് ഇങ്ങനെയുള്ള എനർജീസൊക്കെ കയറിയിരിക്കുന്നത് കൊണ്ടാണ് നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്തത്. പക്ഷേ നമുക്ക് ആഫ്റ്റർ ഓൾ പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള എനർജീസ് എന്ന് പറയുന്നത് മാൻമെയ്ഡാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ പറയുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം ചിലർ പറയാറുണ്ട് കണ്ടിന്യൂസ്ലി ഒരു പേഴ്സൺ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലോ. അങ്ങനെ കണ്ടിന്യൂസ്ലി യൂണിവേഴ്സ് ആരെയും വെച്ച് വളർത്താറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു റീഡിങ്ങിന് മുൻപ് തന്നെ നിങ്ങൾക്കും അറിയുന്നൊരു കാര്യമായിരിക്കാം തേർഡ് പാർട്ടിയുടെ ഇത്രമേലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണ് വരാൻ സാധിക്കാത്തത്. അല്ലാതെ ആ ഒരു പേഴ്സൺ ഇഷ്ടക്കുറവ് കൊണ്ടല്ല, അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങൾക്കും ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾ അത്രയും ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഇപ്പോഴും ആ ഒരു പേഴ്സണോട് വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെ സഹിച്ചിട്ടും ഞാൻ ആ ഒരു പേഴ്സണെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിൽക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾക്കും നല്ല നോളേജ് ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു എനർജീസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ടോ നിങ്ങളുടേതായിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അല്ലാത്ത വ്യക്തികളാണ് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലുണ്ട്, പക്ഷേ ആ ഒരു ജെല്ല് എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.